ഇന്നലെ അത്തച്ചമയത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ടാബ്ലോയില് ഒരു കൃഷ്ണൻ എയറിൽ നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയില് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കൃഷ്ണൻ എങ്ങനെയാണോ എന്തോ എയറിൽ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് എനിക്ക് കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം. അത് ആ സാരിയിലൂടെ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്, പണി അറിയാവുന്ന വെൽഡർ ചെയ്ത പണിയാണ് എന്ന് എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയുടെ സത്യം എന്താണെന്ന് 2 ദിവസം കഴിയുമ്പോൾ അറിയാമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം വന്നിട്ടുണ്ട് മക്കളെ, സത്യം വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയുടെ സത്യം എന്താണെന്ന് അറിയാം. അതിന് മുന്നേ തന്നെ എല്ലാവരും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, ആ സാരിയുടെ കയ്യിൽ ഇങ്ങനെ സാരി പിടിച്ചേക്കുന്ന സാരിയുടെ എന്തൊക്കെയോ ട്രിക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്തായാലും അതിന്റെ പണി അറിയാവുന്ന വെൽഡറാണ് പണി ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, കേട്ടു നോക്കൂ. ഇന്നലെ അത്തച്ചമയത്തിന്റെ ഭാഗമായി നടന്ന ഒരു ടേബിൾ ഉണ്ട്. ഈ വീഡിയോ ഇന്നൊക്കെ അല്ലോൺ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്ന സംബന്ധിച്ചില്ല പാഞ്ചാലി വസ്ത്രക്ഷേപത്തിന്റെ ടേബിൾ ആണത്. അതിനകത്ത് എയറിൽ നിൽക്കുന്ന കൃഷ്ണനെ നമ്മളെല്ലാവരും കണ്ടാണ്. എല്ലാവർക്കും സംശയം എടുത്തപ്പോൾ എങ്ങനെ കൃഷ്ണൻ എങ്ങനെ പോയി ഈ എയറിൽ നിൽക്കണമെന്നുള്ള കേട്ടോ. സംബന്ധിച്ചാൽ ഇത് സിമ്പിൾ ആണ്. സിമ്പിൾ മീൻസ് ആ പണി അറിയാവുന്ന സിമ്പിൾ ആണ്. അല്ലാത്ത നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ആലോചിച്ചത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് സംബന്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ കഴിയുമായില്ല. സാരിന്റെ അകത്തു കൂടെ ഒരു കമ്പി ഉണ്ട്. എന്നിട്ട് ആ നിലനിൽക്കുന്ന നമ്മളെ കൃഷ്ണന്റെ കജിന്റെ ഉള്ളിൽ കൂടെ ഒരു കമ്പി പോകുന്നുണ്ട്. ഇന്നത് സ്ട്രക്ചർ ആക്കി വെച്ചിരിക്കണം. അത് നമുക്ക് ഈ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു സ്ട്രക്ചർ ആക്കി വെച്ചിട്ട് ആ കമ്പി പോയിട്ട് കറക്റ്റ് പ്രൊട്ടക്ഷൻ ചെയ്തിട്ട് അവർക്ക് നിൽക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളും വെച്ചിട്ട് ആ സ്റ്റാൻഡിനകത്ത് ഇളകാതെ നിൽക്കുന്ന സംഭവം. ഇതേപോലെ പണി അറിയുന്നവർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൃത്തിയിൽ ചെയ്തുകൊണ്ട് നമുക്ക് അറിയുന്നില്ല. പക്ഷെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സാധനം ഇത് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അത് സംഭവത്തിലാണ്. അതായത് കറക്റ്റ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് പണി അറിയാവുന്ന ആള് തന്നെയാണ് പണിതത്. അതുകൊണ്ടാണ് അങ്ങനെ. എന്തായാലും കൊള്ളായിരുന്നല്ലേ. സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചാ വിഷയമായ ഒരു ടാബ്ലോ ആയിരുന്നു. ഇത് സൂപ്പർ ആയിരുന്നു.